ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ 4 മണി പലഹാരമായ മോദകം അല്ലെങ്കിൽ സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ 1 കപ്പ് ചെറുപയർ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാൻ. അതിലേക്ക് 1 മുറി നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ഏലക്കയും 1 നുള്ളു ജീരകവും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ആവിലിരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ല മുറുക്കം കിട്ടും. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസായി പോവാതെ നല്ല ഒരു തിക്ക് ബാറ്ററായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി എണ്ണ ചൂടായോ എന്നൊന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ ഉരുളകളും ആ മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഉള്ളൊന്നും വേവാനില്ലാത്തത് കൊണ്ട് പുറമേ ഉള്ള നമ്മൾ ആ മുക്കി പൊരിക്കുന്ന ആ ബാറ്റർ മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൊരിച്ചെടുക്കാം. ബാറ്റർ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം വേണം എണ്ണയിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ ഇതുപോലെ ഓരോ ഉരുളയും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ. ഇപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ഒട്ടിയിരിക്കുകയാണല്ലേ, അത് പേടിക്കാനൊന്നുമില്ല. അത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നൊന്നായിട്ടങ്ങ് വിടർത്തി മാറ്റാനായിട്ട് പറ്റും. നമ്മൾ ഈസി ആയിട്ടുള്ള അടിപൊളി മോദകം റെഡിയായി. ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. ഇവിടെ തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ഒന്നൊന്നായിട്ട് അതിനെ അങ്ങ് അടർത്തി മാറ്റാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സുഖിയൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അടുത്ത ബാച്ചും നമ്മൾ ഇതുപോലെ തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ മോദകം ഇവിടെ റെഡിയായി. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.